ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദശാംശത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ പൈസയുടെ ആവശ്യമുണ്ടോ? എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനിങ്ങനെ ദശാംശം കൊടുക്കണമെന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. ശരിക്കും ദൈവത്തിന് നമ്മുടെ പൈസയുടെ ആവശ്യമില്ല. എന്നാൽ ദൈവിക കാര്യങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്. പിന്നെ ദശാംശത്തെക്കുറിച്ച് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ശരിക്കും ബൈബിളില് ദൈവം മനുഷ്യന് ഒരേ ഒരിടത്ത് മാത്രമാണ് ദൈവത്തെ പരീക്ഷിക്കാൻ ഒരു അവസരം കൊടുക്കുന്നത്. അത് ഈ ദശാംശത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാല് ഈ ദശാംശം സത്യത്തില് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നമ്മുടെ പൈസ മുഴുവനും നമുക്ക് തരുന്നത് ദൈവമാണ്. ഈ ഒരു ചിന്ത ഉള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ദശാംശം കൊടുക്കും. നേരെ മറിച്ച് സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിന് കൊടുക്കാൻ കുറച്ച് മടി കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളിൽ ഞാൻ പറയാം. എനിക്കൊരു ജോലി കിട്ടി. അപ്പൊ അതിനുശേഷം എനിക്ക് കിട്ടുന്ന സാലറിയിൽ ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഇന്ന് വരെയും ഞാൻ കൊടുക്കേണ്ട ദശാംശം കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ അതിൻ്റെ ഒരു റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊഴിൽ മേഖലയിൽ, എൻ്റെ ജോലി മേഖലയിൽ എനിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ എനിക്ക് പോകേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഞാനിങ്ങനെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊരു ബ്രദറിനെ കാണാനിടയായി. ആ ബ്രദറിനോട് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാണ്: നീ ഇതുവരെ കൊടുത്തിട്ടുള്ള ദശാംശം എല്ലാം കർത്താവ് സ്വീകരിച്ചിട്ടുണ്ട്. ഇരു കൈയും നീട്ടി പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിലും കർത്താവ് അത് ശക്തമായിട്ട് ഇടപെടും എന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് ദൈവം അവിടെ ഇടപെട്ടത്. ആർക്കും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ എൻ്റെ പ്രശ്നം ദൈവം സൂപ്പറായിട്ട് പരിഹരിച്ചു. അപ്പൊ ഞാൻ അന്ന് ദൈവത്തിന് കൊടുത്തൊരു വാക്കായിരുന്നു: കർത്താവെ, എൻ്റെ ഈ പ്രശ്നത്തിൽ അങ്ങ് പരിഹരിക്കുകയാണെങ്കിൽ, അങ്ങ് ഇടപെടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും. ദശാംശത്തെക്കുറിച്ചും ദൈവം ഇങ്ങനെ എനിക്ക് ചെയ്തു തന്ന ഈ ഒരു കാര്യവും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാനൊരു സാക്ഷിയായിട്ട് ഞാൻ ഇതിങ്ങനെ പ്രസന്റ് ചെയ്യും, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് ഞാൻ ഈശോയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യമാണ്, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സാക്ഷ്യമാണത്. നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തെ തൊട്ട് എനിക്കിത് പറയാൻ പറ്റും. കർത്താവിനെ സഹായിച്ചു. അതും ഈ ദശാംശം കൊടുക്കുകയും ഞാൻ ചെയ്തല്ലോ, കറക്റ്റായിട്ട് ഞാൻ കൊടുത്തല്ലോ. അപ്പൊ ബ്രദറിലൂടെ ഈശോ ഇങ്ങനെ പറഞ്ഞതാണ്: അവള് കൊടുത്ത ദശാംശം, ഇന്ന് വരെ അവള് ജോലി കിട്ടിയതിന് ശേഷം കൊടുത്ത ഇത്രയും നാളത്തെ ദശാംശവും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നം തൊഴിൽ മേഖലയിൽ വരികയാണെങ്കിൽ അതെന്തായാലും ഞാൻ ഇടപെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശോ അതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഈശോ വാക്ക് പാലിച്ചു. ഈശോ ഇടപെടുകയും ചെയ്തു. ഇതെന്റെ സാക്ഷിയാണ്. ഇനി വിശ്വസിക്കേണ്ടതും എന്താ വേണ്ടെന്നുള്ളതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ദശാംശം ദൈവത്തിനുള്ളത് തന്നെയാണ്. അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നമ്മൾ കൊടുക്കുക തന്നെ വേണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.